ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇവിടെ വീക്കെൻഡ് ഹോളിഡേയ്സ് ഉണ്ടാവുന്നത് ഫ്രൈഡേയും സാറ്റർഡേ ആണ്. ഒരു കംപ്ലീറ്റ് വീക്കെൻഡ് ഡേ എന്ന് പറയുന്നത് നമ്മളത് ഫ്രൈഡേ ആണ് കേട്ടോ. സാറ്റർഡേ പിന്നെയും സാധ്യയൊക്കെ ചിലപ്പോൾ ഓഫീസ് പോവാറുണ്ട്. അപ്പോൾ ഇന്ന് അതേപോലുള്ളൊരു ഫ്രൈഡേയിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടിയും ചെയ്യുക. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊരിച്ച പത്തിരിയും പിന്നെ ബീഫ് വെള്ളക്കറി അല്ലെങ്കിൽ ബീഫ് കുറുമ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ മുമ്പ് കണ്ടതാണ്, അത് വെച്ചുകൊണ്ട് ചെയ്തതാണ് ബീഫ് വെള്ളക്കറി. അപ്പം അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സാധാരണ നമ്മളെ വീക്കെൻഡ് ഹോളിഡേയ്സ് ആകുമ്പം എന്തായാലും നമ്മൾ ലേറ്റ് ആകും. അപ്പോൾ എല്ലാ ദിവസവും ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല. ചില ദിവസം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, ചില ദിവസം നീക്കുമ്പം തന്നെ ലഞ്ചാണ് ഉണ്ടാക്കുക. അപ്പം പിന്നെ ജുമാ കഴിഞ്ഞ് വന്ന് വേഗം തന്നെ ലഞ്ച് കഴിക്കും. അപ്പം ഒന്ന് കുറച്ച് നേരത്തെ നീച്ചിട്ട് പിന്നെ പോരാത്തിന് രാവിലത്തെ ഒരു ഹറിബറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൊരിച്ചപത്തിരി ആക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം പൊരിച്ച പത്തിരീൻ്റെ റെസിപ്പിയൊന്നും ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. നമ്മൾ പത്തിരീൻ്റെ മാവ് ആക്കണ മാതിരി തന്നെ ആക്കും. പിന്നെ അതിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും ഉള്ളിയും, ചെറിയ ഉള്ളിയാണ് നല്ലത്. ഇന്ത്യയിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഞാനത് ശരിക്കും ഈ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടുകാണ്ടും ചെയ്യലുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ മാവ് മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും. ചില ആളുകൾ ഇങ്ങനെ കുഴയ്ക്കുന്നതിൻ്റെ ഇടയിലിട്ടിട്ട് കുഴച്ചും ചെയ്യലുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയാണ് പാകം പോലെ അതേപോലെ ചെയ്താൽ മതി. ശരിക്കും പത്തിരിയും പൊരിച്ച പത്തിരിയൊക്കെ ഉണ്ടാക്കൽ ഒരു എളുപ്പമുള്ള പണിയായിട്ടാണ് എനിക്ക് തോന്നല്, ചപ്പാത്തിനെയും കാട്ടിയൊക്കെ. കാരണം പ്രസ് ഉണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് വേറല്ല. നമ്മൾ നല്ലോണം ഒന്ന് കുഴച്ചാൽ മാത്രം മതി മാവ്, പിന്നെ പത്തിരിയൊക്കെ കൊണ്ട് സൂപ്പറായിട്ട് ആയിക്കോളും. പക്ഷേ പ്രസ്സില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പം പിന്നെ പത്തിരിയും, നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ നോമ്പായി കഴിഞ്ഞാൽ ഞാൻ കൂടുതലും പറയാം പത്തിരി ഉണ്ടാക്കാമെന്നാണ്. കാരണം അതാണ്ട് കുഴച്ച് റെഡിയായി കഴിഞ്ഞാൽ ഒരാൾ പ്രസ് ചെയ്യലും ഒരാൾ പരത്തലും ഒരാൾ പ്രസ് ചെയ്യലും ഒരാൾ ചുടലൊക്കെ ആയിട്ട് പെട്ടെന്ന് കഴിയും. പക്ഷേ ഇവിടെ വന്നപ്പം പ്രസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് വലിയ ടാസ്ക് തന്നെയാണ്. അപ്പം പിന്നെ പല രീതിയിലുമാണ് ഞാനിവിടെ വന്നിട്ട് പത്തിരിപ്പൊടി തീർക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത്. പക്ഷെ ദോശ ചുട്ടുകാണ്ട് തീർക്കരുതൊന്നുമുണ്ട്, പത്തിരി ഉണ്ടാക്കണമെന്നുണ്ട്. സാധാരണ അരിപ്പൊടി കൊണ്ടുവന്നാൽ ഞാൻ ആദ്യമൊക്കെ വന്നപ്പോഴൊക്കെ പത്തിരി ഉണ്ടാക്കാനേ മെനക്കെടല്ലേ. കാരണം ഒന്നാമത് അറിയില്ല, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ടാവില്ല, പ്രസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പം പത്തിരിപ്പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കും. ഈ പ്രാവശ്യം ഞാൻ എന്തായാലും പത്തിരി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇൻറ്റൻഷനലി പത്തിരി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പത്തിരിപ്പൊടി തീർത്തത് കേട്ടോ. ഇതോടുകൂടെ പത്തിരിപ്പൊടി തീർന്നു, അതും കൂടി പറയാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പത്തിരിപ്പൊടിയൊക്കെ തീർന്ന്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് ലുലുന്ന് കുറച്ച് പത്തിരിപ്പൊടി വാങ്ങിക്കുകയാണ്. അപ്പോൾ പത്തിരിൻ്റെ മാവൊക്കെ കുഴച്ച് സെറ്റ് ആയിക്കണ്. ഇനിയിപ്പം കുറേശ്ശെ ആയിട്ട് നമുക്ക് ഉരുളകൾ എടുത്തിട്ട് കുറച്ച് വലിയ ഉരുള, പൊരിച്ച പത്തിരിക്ക് കുറച്ച് വലിയ ഉരുളയെല്ലാം എടുത്തിട്ട് നമുക്ക് പൊരിച്ച് തുടങ്ങാം. പിന്നെ പത്തിരിയൊക്കെ ഞാൻ പരത്തൽ തന്നെയാണ്. പൊരിച്ച പത്തിരിയൊക്കെ ആണെങ്കിൽ ഒരു ഈസി ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫോയിൽ പേപ്പർ എടുക്കുക. അതിൻ്റെ മിഡിലായിട്ട് നമ്മളിങ്ങനെ മാവ് വെച്ചിട്ട് നല്ല ബോളാക്കിയിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് നമുക്ക് പൊരിച്ച പത്തിരി കിട്ടും. പക്ഷേ ഞാൻ ആദ്യം ചെയ്തപ്പം കുറച്ചൊന്ന് ഓയിൽ പുരട്ടാൻ മറന്നുപോയി. ഇൻ ബിറ്റ്വീന് കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്താൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പം രണ്ടാമത് ചെയ്തപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടോ. ആദ്യത്തിനെക്കാട്ടിയും കുറച്ചും കൂടി നന്നായത് രണ്ടാമത് ചെയ്തപ്പോഴാണ്, അത് ഞാൻ കാണിക്കുക. പിന്നെ നല്ല ഈവൻ ആയിട്ട് ഇങ്ങനെ ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരേ ഷേപ്പുള്ള ഒരു പ്ലേറ്റ് പോലുള്ള എന്തെങ്കിലും എടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മുകളിലെ ഷേപ്പൊക്കെ നല്ല പരന്ന് വന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ 2-3 പരത്തിയെടുക്കും, അത് ചുടും. പിന്നെ പൊരിച്ച പത്തിരി ഒന്ന് പൊരിച്ചെടുക്കാൻ കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ രണ്ടാമത്തത് ബാച്ച് തുടങ്ങാനാകുമ്പോഴേ രണ്ടാമത്തത് പ്രസ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 3 പരത്തി അത് ചുട്ട് പിന്നെ നെക്സ്റ്റ് 3 പരത്തി അങ്ങനെയാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ പൊരിച്ച പത്തിരി അങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. പൊരിച്ച പത്തിരി ഉണ്ടാക്കുമ്പം കറുത്ത എള്ളും കൂടി ഞാൻ ചേർക്കലുണ്ട്. കുഴയ്ക്കുമ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് കുഴയ്ക്കൽ. പക്ഷെ അതിപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടി ചേർക്കാഞ്ഞത്. ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ അച്ചപ്പത്തിൽക്കൊക്കെ ചേർക്കണ മാതിരി തന്നെ കറുത്ത എള്ള് കൂട്ടുമ്പം അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
ഇനിയിപ്പം പൊരിച്ചപത്രി ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. കാരണം ഒന്നാമത് അതിന് കട്ടിയുണ്ടല്ലോ, കട്ടിയുണ്ടാകും. പിന്നെ പോരാത്തതിന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും അത്യാവശ്യം കുറച്ച് സമയം പിടിക്കും. ഒരു ഷെയ്ഡ് മാറണം. അതുവരെ നമ്മൾ തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. എനിക്ക് തോന്നുന്നത് പൊരിച്ച പത്തിരിയിലാണ് കൂടുതലും എണ്ണ കുടിക്കുന്നത്. നല്ല എണ്ണ കുടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പൂരി ഉണ്ടാക്കുമ്പം ഇത്ര എണ്ണ കുടിക്കില്ല. പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് റവയും കൂടി ചേർത്തെടുക്കും. എന്നിട്ട് അധികം വെള്ളമിട്ട് കുഴയ്ക്കില്ല, സ്മൂത്താക്കി കുഴയ്ക്കില്ല. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് മറിച്ചും തിരിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കലുണ്ട്. പക്ഷെ പൊരിച്ച പത്തിരി അങ്ങനെയല്ല, അത്യാവശ്യം നല്ല എണ്ണേൻ്റെ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമായിട്ട് എനിക്ക് തോന്നലില്ല. അപ്പോൾ പൂരിൻ്റെ പണികളൊക്കെ അവിടെ സൈഡിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം. ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് വെള്ളക്കറിയാണ്. ഇത് ഞാൻ തോന്നുന്നു ആബിദ റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബിലുള്ള ഒരു നോക്കിയിട്ട് മുമ്പ് ഉണ്ടാക്കിയാണ്, ആ ഒരു ഓർമ്മക്ക് വീണ്ടും ഉണ്ടാക്കുകയാണ്. ശരിക്കും ഇത് നമ്മൾ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് വാട്ടി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ബീഫൊക്കെ വേവിക്കാൻ നിന്നാൽ അത്യാവശ്യം കുറച്ച് ടൈമൊക്കെ പിടിക്കും. പോരാത്തതിന് എൻ്റെ അടുത്ത് ചട്ടിയുമില്ല. അപ്പം ഞാൻ എൻ്റെതായ രീതിക്ക് കുക്കറിൽ വെച്ചിട്ട് വാട്ടാതൊക്കെ ഉള്ള ഒരു രീതിക്കാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുക്കറിൽ കുറച്ച് നെയ്യും എല്ലൊക്കെ കൂടിയിട്ടുള്ള ബീഫ് ഇട്ടാലാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് കറാമ്പൂവ്, കറാമ്പട്ട, ഏലക്കായ, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ കുറച്ചെടുത്ത് വെക്കണം. അതിൽ തേങ്ങൻ്റെ രണ്ടാം പാലില്ലേ, രണ്ടാം പാല് നമ്മൾ ബീഫ് വേവിക്കാൻ എത്രയാണോ ആവശ്യമുള്ളത് അത്ര വരെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ബീഫ് അത്യാവശ്യം നല്ലോണം വേവണം. നമ്മൾ കറിക്ക് വേവുന്ന പോലെ തന്നെ ഒരു 90+ വേവ് എന്തായാലും വേണം. പിന്നെ ഇനി ബാക്കി കുറച്ച് പരിപാടിയും കൂടി ഇതിലുള്ളൂ. അതുകൊണ്ട് പിന്നെ അധികം വേവിക്കാനൊന്നും ഉണ്ടാവില്ല. ഇനി അതിക്ക് ആവശ്യമുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെക്കുക. പിന്നെ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതും, ആവശ്യത്തിനുള്ള പച്ചമുളകും, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും. ഞാൻ അത്യാവശ്യം നല്ല എരിവുണ്ടായിക്കോട്ടെ വിചാരിച്ചെടുത്തിന്. കാരണം കറി വെള്ളക്കറിയല്ലേ, അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, അതിൽ ഇഞ്ചിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലുണ്ടായാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. നല്ല കരിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ നല്ല കരിവേപ്പിൻ്റെ ഇല ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളകൊക്കെ ചേർത്തിട്ട് അതിൻ്റെ ഒരു സ്മെല്ലും ആ ഒരു ചോയൊക്കെ വെളിച്ചെണ്ണയിൽ പിടിച്ച ബാക്കിൽ തന്നെ പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളകായാലും ഉള്ളി ആയാലും കറിവേപ്പിലായാലും ഇടണതൊന്നും എണ്ണൻ്റെ കളറൊന്നും മാറ്റരുത്. ഒക്കെ ഒന്ന് ടേസ്റ്റ് ഒന്ന് എണ്ണയിൽ പിടിക്കുന്ന ആ ഒരു രീതിയിൽ മാത്രം വാട്ടിയാൽ മതി. കാരണം വെള്ളക്കറിയാണ്, കളർ മാറാൻ പറ്റില്ല. അപ്പോൾ ആ ഒന്ന് സൂക്ഷിച്ചിട്ട് അധികം ബ്രൗൺ ആവാതൊക്കെ തന്നെ ഉള്ളി എടുക്കണം. അപ്പം ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുക. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കണം. ബീഫിൻ്റെ പണി ആദ്യം കഴിഞ്ഞാൽ ഈ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബീഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളി വാടി കഴിഞ്ഞാൽ ബീഫും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ. ഇതിൻ്റെ ഇടയിൽ അല്ലും അതിമോളൊക്കെ എണീച്ചിട്ട് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് പൊരിച്ച പത്തിരി ആയതുകൊണ്ട് അതങ്ങനെ കൈ പിടിച്ചിട്ടും ഒക്കെ ആയിട്ട് അതിമോളും അല്ലൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ സൈഡിൽ നെയ്ച്ചോറ് ഉണ്ടാക്കണുണ്ട്. ബീഫ് റെഡിയായി. അപ്പം പിന്നെ നെയ്ച്ചോറും കൂടി ഉച്ചക്കേക്കുള്ള നെയ്ച്ചോറും കൂടിയും ആക്കി വെച്ചാണ്. ഈ വീക്കെൻഡൊക്കെ ആകുമ്പം ഒന്നല്ലെങ്കിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ വേഗം കുക്കിങ്ങൊക്കെ ഒരു കറിയും അതിക്ക് ബേസിക്കായിട്ടുള്ളൊരു കറിയും അതിലേക്ക് മാച്ചാവുന്ന ചോറും ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ ആക്കും. അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാത്ത ദിവസമാണെങ്കിൽ വേഗം അങ്ങനെ നോക്കും. കാരണം നമ്മളന്ന് എന്തെങ്കിലും എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി വിചാരിക്കും, ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും, എവിടേക്കെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദിവസമായതുകൊണ്ട് അധികം നേരം കിച്ചണിൽ നിൽക്കില്ല. നിൽക്കുന്ന സമയത്ത് വേഗം എന്തെങ്കിലുമൊക്കെ ഒരേ സമയം തന്നെ ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചേർക്കാനുണ്ട്. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചേർത്തിട്ട് അതും കൂടിയും അതിൻ്റെ പച്ചച്ചോയ മാറണ വരെ ഒന്ന് വാട്ടിയെടുക്കുക.
അപ്പോൾ ഇപ്പം ബീഫൊക്കെ വന്ന് നല്ല പാകമായിന്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവണത് കാരണം അത് ഒന്നാമത് തേങ്ങാപ്പാലിലും കൂടി അല്ലേ വേവിച്ചത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നെയ്യൊക്കെ ഇറങ്ങിയിട്ടാണ് അങ്ങനെ ആയത്. അപ്പം ബീഫൊക്കെ ഒരു നല്ല അത്യാവശ്യം വെന്ത് വന്നിന്. ഇനിയിപ്പോൾ ഈ വാട്ടിയ ഉള്ളിലേക്ക് കുറച്ച് കുരുമുളകും കൂടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച ബീഫും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങില്ലേ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ കട്ടി കൂടുതലാണെന്ന് തോന്നുമെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഈ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും തേങ്ങാപ്പാലും ബീഫും എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് ഒന്ന് മിക്സായ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാണ്ട് അതുവരെ ഒന്ന് തിളച്ചായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച കാഷ്യൂനട്ടില്ലേ, അതും കൂടി ഒന്ന് പേസ്റ്റാക്കിയത് അരച്ച് ചേർത്ത് കൊടുക്കുക. ഇത് ശരിക്കും നല്ല ക്രീമിയും അതേപോലെ റിച്ചും ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമുക്ക് നെയ്ച്ചോറ്, പൂരി, പത്തിരി, പൊറോട്ട, അതേപോലെ പൊരിച്ച പത്തിരി ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ സാധാ ബീഫ് കറി ഉണ്ടാക്കണേക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഈസി ആണെന്ന് തോന്നുന്ന കറിയും കൂടി ആണിത്. കാരണം നമുക്ക് ബീഫ് വേവിക്കുമ്പോഴും വലിയ പണിയില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ഉള്ളി വാട്ടി അത് ബീഫ് അതിൽക്കിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ്. അങ്ങനെയുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് ഈ കറി ഉണ്ടാക്കാൻ. മറ്റേ ബീഫ് കറി നമ്മൾ സാധാരണ ചോന്നിട്ടുള്ള ബീഫ് കറി ഉണ്ടാക്കൂലേ, അതിനെക്കാട്ടിലൊക്കെ. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മളൊരു കപ്പ് കട്ടിപ്പാൽ, അതായത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളിയും പച്ചമുളകും കൂടി ഇങ്ങനെ നീളത്തിൽ സ്ലിറ്റായിട്ട് അരിഞ്ഞിട്ടുള്ളത് അതും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് തിളക്കൊന്നും വേണ്ട, ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചാൽ കറി റെഡി ആയിക്കണേ. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ടൈം എടുക്കണേ. ശരിക്കും പറഞ്ഞാൽ ഇത്ര ടൈം വേണ്ട, പെട്ടെന്ന് തന്നെ അയക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാട്ടോ ഞാൻ ഇതിൽ മല്ലിയില ഇടുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ വേണമെന്ന് നോക്കിയിട്ട് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എനിക്ക് ഇങ്ങനത്തെ കറിയിലൊക്കെ കുരുമുളകിൻ്റെ എരിവിനെക്കാട്ടി ഇഷ്ടം പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ, അതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കൂടുതലും പച്ചമുളക് ഇട്ടുകണ്. പിന്നെ ഇനിയിപ്പോൾ മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇപ്പോൾ കറി ഒന്നും കൂടി ഒന്ന് ചൂടാറി കഴിക്കാനായപ്പോഴത്തേനും ഒന്നും കൂടി കുറുകി വന്ന് നല്ല ക്രീമി ആയിക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ പൊരിച്ച പത്തിരിയും ഈ വെള്ളക്കറിയും നല്ല കോമ്പിനേഷൻ കേട്ടോ. ബീഫിൻ്റെ വെള്ളക്കറിയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെള്ളക്കറി ഓൾമോസ്റ്റ് നമ്മൾ കുറുമൻ്റെ റെസിപ്പിയൊക്കെ തന്നെയാണ്, എന്നാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇത്രയും നേരമായില്ല, ഇപ്പോൾ കുറച്ച് നേരമായി, ചോറായി, കറിയായി, പൊരിച്ച പത്തിരിയൊക്കെ ആയില്ല. എന്നിട്ടും പൊരിച്ച പത്തിരിൻ്റെ ആ ഒരു ഇതൊന്നും ക്രിസ്പിനെസ് ഒന്നും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കൂട്ടി ഇനി ഒന്ന് കഴിക്കണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞാൽ അടുത്തത് അതിമോക്ക് ഒരു കിക്ക് സ്കൂട്ടർ ഓർഡർ ചെയ്തിരിക്കണ് ഓൺലൈനിലൂടെ, ഇവിടുത്തെ ഓൺലൈൻ ആപ്പ് നൂണിലൂടെ. അപ്പോൾ അത് ഓഫീസ് അഡ്രസ്സിലാണ്, സാദിയക്കൻ്റെ ഓഫീസ് അഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഓഫാണ്, അപ്പോൾ അത് പോയിട്ട് എടുത്തുകൊണ്ട് വരണം. ആ ഒരു പരിപാടി ഉണ്ട്. അത് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ ഇനി കാണാം. അപ്പോൾ മൂന്നാളും കൂടി നല്ല പെട്ടി പൊളിക്കുന്ന തിരക്കിലാണ്. ടോയ് കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്. അല്ലു ഇട്ടിക്കണത് അതിമോള ഉടുപ്പാണ്. അത്ര കാര്യമൊക്കെ ഉണ്ടാവും, ബൈൻഡ് ചെയ്യണ്ട കേട്ടോ. അത് പിന്നെ എത്ര പറഞ്ഞാലും രാവിലെ തന്നെ നീച്ച് വരിക, കബോർഡ് പോവുക, അതിമോളെ ഡ്രസ്സ് എടുത്ത് വരിക, അതാണ് അതിനാണ് ആദ്യം വശി പിടിക്കുന്നുണ്ടാവുക. ഉള്ള സ്കൂട്ടർ പിങ്ക് ആയതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ ആ കാണുന്നത്. എല്ലാം പിങ്കാണ്, എന്തെടുക്കുകയാണെങ്കിലും ചൂസ് ചെയ്യുക പിങ്കാണ്. അപ്പം അതും പിങ്ക് തന്നെ ആയി കിട്ടി. അപ്പോൾ അതിൽ കുറച്ച് ഫിറ്റ് ചെയ്യാനും സ്ക്രൂ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓള് 2 റൗണ്ട് അകത്ത് ഓട്ടിയൊക്കെ കളിച്ചതിന് ശേഷം സാദിയൊക്കെ ചുമ്മാക്ക് പോയി കുട്ടികളെ 2 കുളിപ്പിച്ച്
ഒക്കെ റെഡിയാക്കി വന്ന് പിന്നെ സാധ്യമൊക്കെ വന്നാൽ പിന്നെ ഇനി ചോറ് കഴിക്കും, കുറച്ച് കിടക്കും, ഇങ്ങോട്ട് ഈവനിങ് ആകുമ്പം പിന്നെ ഒന്ന് പുറത്തിറങ്ങും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ചോറ് കഴിക്കാൻ പോവാണ്. ചോറ് കഴിക്കുന്നതിന് മുമ്പ് ചോറൊന്ന് ജസ്റ്റ് ചൂടാക്കേണ്ടി വരും, കുറച്ച് നേരത്തെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ചോറും രാവിലെ നമ്മൾ ഉണ്ടാക്കിയ വെള്ളക്കറിയും പിന്നെ പപ്പടും പിന്നെ കുറച്ച് സാലഡും, അതാണ് ഇന്ന് ലഞ്ചിന്. അപ്പോൾ അതും കൂട്ടി കഴിച്ചിട്ട് ഒരൊറ്റ കിടത്താണ്. പിന്നെ കുറച്ച് നേരം കിടക്കും. ചിലപ്പോൾ ഇവർ ഉറങ്ങുന്നതുകൊണ്ടാണ് കിടക്കുന്നത്. ഉറങ്ങി നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ആയിട്ട്, കുട്ടികൾ ഉറങ്ങി നീച്ച് ഫ്രഷ് ആയാൽ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ കുറച്ചും കൂടി ലൈവ് ആവുമല്ലോ, അതിനാണോ ഒന്ന് കിടത്തുന്നത്. നേരത്തെ നീച്ചാൽ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കിടക്കൊന്നുമില്ല, കുറച്ച് നേരം കൂടി ഇങ്ങനെ കളിച്ച് നടന്ന് അങ്ങനെയൊക്കെയാണ് തീർക്കുക. അപ്പോൾ നമ്മൾ പുറത്ത് പോണതിന് മുമ്പ് തലേ ദിവസം സാദിയക്കൻ്റെ ഒരു ഫ്രണ്ട് ചോക്ലേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേക്കാണിത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. കാരണം ഓൾറെഡി നമ്മൾ തലേന്ന് നല്ല രാത്രി തന്നതുകൊണ്ട് അന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ ഇന്ന് എടുത്തതാണ്. നല്ല സിമ്പിളും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അതിൻ്റെ സൈഡിലുള്ള ഡിസൈനൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട്. പിന്നെ പിങ്കും കൂടി ആയപ്പോൾ അതിമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നാഷണൽ ഡേക്ക് നമുക്കൊരു ഒരു കേക്കല്ല 2 കേക്ക് കിട്ടിയിരുന്നു. ഒക്കെ നമുക്ക് കിട്ടിയതൊക്കെ ഒരു മോൾഡിങ് മോഡൽ വരുന്ന ആ ഒരു ടൈപ്പ് കേക്കുകളാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാര്യമായിട്ട് അല്ലു കുറച്ച് നേരം ഉറങ്ങിനി. അവൾ ഉറങ്ങി ഒന്ന് എണീക്കാനായപ്പോഴാണ് ഞാൻ കേക്കൊക്കെ എടുത്തൊന്ന് പുറത്തേക്ക് വെച്ചത്. എനിക്ക് എടുക്കാനുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിൻ്റെ ശേഷം ഞാൻ അല്ലുവിനെ കേക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കേക്ക് ഉണ്ടാവില്ല. ഓളെ കൊണ്ടുവന്നപ്പം തന്നെ ഓള് കേക്കിനൊന്ന് ടെസ്റ്റ് ചെയ്യണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. കേക്കിൻ്റെ ഉള്ളിൽ വൈറ്റ് ക്രീമും സാധാ സ്പോഞ്ചും തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള കേക്ക്. പിന്നെ ചോക്ലേറ്റ് കമ്പനിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കേക്കല്ലേ, എന്തായാലും ആ ക്വാളിറ്റി, കേക്കിൻ്റെ ക്വാളിറ്റി അതേപോലെ തന്നെ ഉണ്ട്. സൂപ്പർ കേക്കിന് ഇനി ഇതിന്മേലുള്ള റോസ് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് റോസ് അല്ല, ഒറിജിനൽ റോസ് തന്നെ. നമ്മൾ ബൊക്കയിലൊക്കെ ഉണ്ടാവുന്ന റോസില്ലേ, അതേപോലെയുള്ള റോസ്. വാടാൻ കുറച്ച് ടൈം എടുക്കണ ആർട്ടിഫിഷ്യലാണോ അങ്ങനെ എന്തോ ഉള്ള ഒരു റോസ് ഉണ്ടല്ലോ, അങ്ങനത്തെ റോസേനു. അപ്പോൾ കേക്ക് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി. ഇന്ന് പോയത് ഇവിടെ ഉള്ളൊരു ഫക്കിയ അക്വേറിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ് പോയത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് അക്വേറിയത്തിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരുപാട് വെറൈറ്റി ഫിഷ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പെൻഗ്വിൻ ഉണ്ട്, അതിനുള്ളൊരു റീജണും അങ്ങനെയൊക്കെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ സീൽ ടൈപ്പ് ഫിഷ് ഉണ്ടല്ലോ, എഴഞ്ഞിട്ടുള്ള നമ്മളെ പാമ്പ് പോലുള്ള അങ്ങനത്തെ ഫിഷിൻ്റെ കുറേ വെറൈറ്റീസ് കണ്ട്. അപ്പം അതൊക്കെ ഇനിയിപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് മൊത്തം ഒരു അണ്ടർ വാട്ടർ ഒരു സെറ്റപ്പിലാണ് ഉള്ളത് കാണാൻ. മാത്രമല്ല ഇവിടെ 1200-ൽ പരം ഡിഫറെൻറ്റ് ടൈപ്പ് ഫിഷുകളുണ്ട്. അതുപോലെ തന്നെ ഇത് സൗദി അറേബ്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പബ്ലിക് അക്വേറിയം കൂടിയാണ്. അപ്പോൾ കുട്ടികളെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിലോട്ടോ ഞാൻ ആമനെ കാണുന്നത്. അപ്പോൾ ആമ ഉണ്ട്, അതേപോലെ തന്നെ ഒക്ടോബസ് ഉണ്ട്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷാർക്കുകളുണ്ട്, പിന്നെ ഡോൾഫിൻ ഉണ്ട്. പിന്നെ ഇവിടെ ഡോൾഫിൻ്റെ ഷോ ഒക്കെ നടക്കലുണ്ട് കേട്ടോ. നമ്മൾ ഷോയിലൊന്നും കയറിയിട്ടില്ല, കാരണം ഞങ്ങൾ എല്ലാ പ്രാവശ്യം ജിദ്ദയിൽ വരുമ്പോഴും ഈ അക്വേറിയത്തിൽ വരാറുണ്ട്, ഡോൾഫിൻ ഷോ കാണാറുണ്ട്. കാരണം നിയുവിൻ്റെ അബ്ബ വർക്ക് ചെയ്യണത് ഇവിടെയാണ്. നമ്മളെ കൂടെ വരും, നമ്മൾ നിയുവിൻ്റെ അമ്മീനും എല്ലാവരും കൂടി കൂട്ടിയിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത്. കാരണം അങ്ങനെയൊക്കെ കാണാനും പിന്നെ ഒരു എല്ലാവരും ഉണ്ടാകുമ്പോഴാണല്ലോ രസം. ആ ഒരു രീതിക്ക് നമ്മൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. പിന്നെ നമ്മൾ സാധാ അക്വേറിയത്തിൽ നിന്നും ചെറിയ ചെറിയ ക്യൂബാക്കിയിട്ട്
ഓരോ ഫിഷും നിൽക്കുന്ന അവരുടെ ഒരു കൂടും കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള കുറേ ചെറിയ ചെറിയ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ചിലതിലൊന്നും നമുക്ക് ഫിഷിനെ കാണാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിരിക്കും. പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്പ് അവർ ഓക്യുപ്പൈ ചെയ്യുന്ന ആ കൂടൊക്കെ കാണാം. അപ്പോൾ ഇനി കാണുന്നത് പെൻഗ്വിനാണ്. പെൻഗ്വിന് പ്രത്യേകമായിട്ട് കുറച്ചും കൂടി ഐസായിട്ടുള്ള ഫ്രോസൺ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് പെൻഗ്വിനുള്ളത്. പെൻഗ്വിൻ്റെ അടുത്ത് പോയിട്ട് കുട്ടികൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അക്കോരയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് നേരം അതിമോളും അല്ലും നീയും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കളിക്കും. പിന്നെ കുറച്ച് ഓടിയൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് പോന്നു കേട്ടോ. അവിടുന്ന് നേരെ നമ്മൾ പോയത് ഒരു മലയാളി റെസ്റ്റോറൻറ്റിലാണ്, ഷർഫിയയിലുള്ള സഫയറിലാണ് പോയത്. അവിടെ പോയിട്ട് നല്ലൊരു അടിപൊളി കുടുക്ക ബിരിയാണിയും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് അസ്സലായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയുകയാണെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.